അവിട്ടം നാളിൽ വയറു നിറയെ ഓണസദ്യയുണ്ട് വലിയപറമ്പ ഇടയിലക്കാട്ടിലെ വാനരക്കൂട്ടം. ഇടയിലക്കാട് നവോദയ ഗ്രന്ഥാലയം ബാലവേദിയാണ് പതിവ് തെറ്റിക്കാതെ കാവിലെ വാനരന്മാർക്ക് സവിശേഷമായ സദ്യ ഒരുക്കിയത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. വിഭവം എടുത്ത് കയ്യിൽ വെച്ച് കുറച്ച് പുറകോട്ട്, ഒരടി പുറകോട്ട് മാറി എന്ന കൂട്ടുകാർ, ഒരടി പുറകോട്ട് മാറി ഇത് കൂട്ടുകാരെല്ലാം. ചിങ്ങവെയിലിന്റെ പ്രഭയിൽ വിഭവസമൃദ്ധമായ സദ്യയുണ്ണാൻ വാനരപ്പട ഒന്നിച്ചെത്തി. കാവിനോട് ചേർന്ന് നിരത്തിയ മേശമേൽ പഴങ്ങളും പച്ചക്കറികളും ചോറും. ഇതാണ് ഇവിടുത്തെ കാലങ്ങളായുള്ള വാനര സദ്യ. പൈമ്പാലിൽ പഞ്ചാര ചേർത്തു കുറുക്കിയ പഞ്ചാമൃതം പോലെ പാൽപായസം, പപ്പായ, കക്കിരി, വെള്ളരി, സപ്പോട്ട, പേരയ്ക്ക, പാഷൻ ഫ്രൂട്ട്, സീതാപ്പഴം, ക്യാരറ്റ്, തണ്ണിമത്തൻ തുടങ്ങി 17 ഇനങ്ങളാണ് ഇത്തവണത്തെ സദ്യവട്ടത്തിലെ വിഭവങ്ങൾ. ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾ നൽകുന്ന പലഹാരങ്ങളും ബേക്കറി സാധനങ്ങളും കുരങ്ങന്മാരുടെ പ്രജനനത്തെ ബാധിക്കുന്നതായി പഠനത്തിൽ കണ്ടെത്തിയിരുന്നു. ഇതിനെതിരെയുള്ള ബോധവൽക്കരണമാണ് വാനരർക്കുള്ള പഴം പച്ചക്കറി സദ്യ. എല്ലാ ഓണക്കാലത്തും അവിട്ടം നാളിലാണ് സദ്യ ഒരുക്കുന്നത്. ഈ കാവിലേക്ക് ധാരാളം സഞ്ചാരികൾ വരുന്നുണ്ട്. പ്രകൃതി സംരക്ഷണ ക്ലാസ്സുകളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആളുകൾ വരാറുണ്ട്. അങ്ങനെയുള്ള ധാരാളം ആളുകളൊക്കെ ഇവിടത്തേക്ക് കടന്നു വരുന്ന സമയത്ത് അവർ ഈ കുരങ്ങുകൾക്ക് പലതരത്തിലുള്ള ഭക്ഷണം നൽകി വരാറുണ്ട്. ബേക്കറി പലഹാരങ്ങൾ, അതേപോലെ തന്നെ ഉപ്പ് ചേർത്ത പലഹാരങ്ങൾ ഉൾപ്പെടെയുള്ള ധാരാളം വിഭവങ്ങൾ നൽകുന്നു. ഇത് ഈ കുരങ്ങുകളുടെ പ്രജനന ശേഷിയെ, പ്രത്യുൽപാദന ശേഷിയെ വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ട്, പ്രത്യുൽപാദന ശേഷി ഇല്ലാതാക്കുന്നുണ്ട് എന്ന് 90കളിൽ നമ്മൾ തൃശ്ശൂർ മൃഗശാലയുടെ ശാസ്ത്രജ്ഞന്മാരൊക്കെ വെച്ച് നടത്തിയിട്ടുള്ള പഠനത്തിൽ വ്യക്തമായി. അതിനെ തുടർന്നാണ് നമ്മൾ ഇത്തരത്തിലൊരു പരിപാടി നടത്താൻ വേണ്ടി തയ്യാറായത്. ഇത്തവണ ഈ കൗതുക കാഴ്ചയായിട്ട് കാണാൻ വരുന്ന ആളുകൾക്ക് ഈ വാനര സദ്യ പകർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫി മത്സരം കൂടി സംഘടിപ്പിക്കേണ്ടത്. ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പി വേണുഗോപാലൻ, നവോദയ ഗ്രന്ഥാലയം സെക്രട്ടറി വി കെ കരുണാകരൻ, പ്രസിഡന്റ് കെ സത്യവ്രതൻ, ബാലവേദി കൺവീനർ എം ബാബു, വി റീജിത്ത്, വി ഹരീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.